ഹലോ ഗായ്സ്, കണ്ടില്ലേ എൻ്റെ കയ്യിൽ എന്തായിരിക്കുന്നതെന്ന്? നല്ല നാടൻ മഡ് ക്രാബ്. കുറേ നാളായി ഞാൻ നോക്കി നോക്കി ഇരിക്കുമായിരുന്നു ഇതേപോലെ ഒരെണ്ണത്തിനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഒരെണ്ണം വലുതും ബാക്കി രണ്ടെണ്ണം ചെറുതുമായിരുന്നു കേട്ടോ. പിന്നെ ഇത്ര ധൈര്യത്തിൽ അതെടുത്ത് പിടിച്ചിരിക്കുന്നത് അതിനെ കെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ടിട്ടാണ് കേട്ടോ. ഒരു വട്ടമെങ്കിലും അതിനെ ഉണ്ടല്ലോ, അതിൻ്റെ കയറൂരി വിട്ടിട്ട് അതിനെ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സാധിക്കാനുള്ള സാവകാശം എനിക്കില്ലാത്തത് കൊണ്ട് നമുക്ക് വേഗം കറി ഉണ്ടാക്കാം. ആദ്യം തന്നെ നമ്മുടെ ഞണ്ടൂടിനെ തേച്ചരച്ച് കുളിപ്പിച്ച് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്ന മസാല റെഡിയാക്കാനായിട്ട് നമ്മൾ കടുവൊക്കെ പൊട്ടിച്ച് സവോളയൊക്കെ നന്നായിട്ട് വഴറ്റി അത് വഴന്ന് വരുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മുടെ ഞണ്ടുകൂട്ടിനെ തേച്ചരച്ച് കുളിപ്പിച്ച് റെഡിയാക്കി നിർത്താം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടുന്ന മസാലയാണ് റെഡിയാക്കാനുള്ളത്. നമ്മൾ നോർമൽ മസാല റെഡിയാക്കുന്നത് പോലെ നന്നായിട്ട് സവോളയൊക്കെ വഴറ്റി അതിൻ്റെ അകത്ത് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ചേർത്ത് ലാസ്റ്റ് പൊടിയൊക്കെ ഇട്ട് അത് മൂത്ത് അത് വരുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതിങ്ങനെ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്തേക്ക് നമ്മുടെ ഈ ഞണ്ടും കൂടി ഇട്ട് അങ്ങ് വേവിച്ച് റെഡിയാക്കി എടുത്താൽ മതി. ലാസ്റ്റ് വറ്റി വരുന്ന സമയത്ത് ഒരു ഇത്തിരി തേങ്ങാപ്പാലൂടെ ഒഴിച്ച് അത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. എന്നിട്ടൊരു 10 മിനിറ്റ് അത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഞണ്ട് കറി. ഇതിൻ്റെ അകത്ത് കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കേട്ടോ കയറി നിൽക്കുന്നത്. ഇവിടെ കൊച്ചിയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഞണ്ട് കഴിക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഒരു വട്ടം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഇത് കൊള്ളാലോ, അടിപൊളിയാണല്ലോ എന്നൊരു തോന്നൽ വന്ന് പിന്നെ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇത് എവിടെ കണ്ടു കഴിഞ്ഞാലും വാങ്ങിച്ചിട്ട് വരും. എൻ്റെ അമ്മ പറയുന്നത് നിനക്ക് എവിടെ നിന്നാണ് ഈ ഞണ്ട് ഭ്രാന്ത് വന്നതെന്ന്. എനിക്കറിയാൻ വയ്യ. ഞാൻ ഈ കഷ്ടപ്പെട്ട് ഇങ്ങനെ കുക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കഴിക്കുന്നുണ്ടല്ലോ കപ്പയാണ് കേട്ടോ. നമ്മൾ കോട്ടയംകാർക്ക് കപ്പയില്ലാതെ എന്ത് ദിവസം. ആ സൺഡേ നല്ല ഉച്ചയാകുമ്പോഴത്തേന് നല്ല കപ്പ വേവിച്ചത് അതിൻ്റെ മേലോട്ട് നല്ല തിക്ക് ഗ്രേവിയുള്ള ഞണ്ട് കറിയും കൂടെ ഒഴിച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ ടേസ്റ്റ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.